ടാലിയിൽ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തും വിൽക്കുന്ന സമയത്തും ഡിസ്കൗണ്ടുകൾ എങ്ങനെ ആഡ് ചെയ്യാം അതാണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഗേറ്റ് ഓഫ് ടാലി വൗച്ചേഴ്സ് എടുക്കുക. വൗച്ചേഴ്സ് എടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുക, പർച്ചേസ് F9 F9 വാങ്ങുന്നത് F9 കീ പ്രസ് ചെയ്യുക. പർച്ചേസ് എന്ന വൗച്ചർ ഓപ്പൺ ആയി. ഇവിടെ നമ്മൾ ബിൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ക്രെഡിറ്ററുടെ പേര് എൻ്റർ ചെയ്തിങ്ങനെ പോകുന്നു. ഇവിടെ പർച്ചേസ്, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി കൊടുക്കുന്നു. ടോട്ടൽ എമൗണ്ട് വരുന്നു. ഇനി എൻട്രി ചെയ്തതിന് ശേഷം ഒന്നും കൂടി താഴോട്ട് വരുന്നു. എൻട്രി ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ ചെയ്യുന്ന സമയത്ത്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇനി ഇവിടെ എത്ര ശതമാനമാണോ ഡിസ്കൗണ്ട് നൽകിയത് അത് ഇവിടെ ടൈപ്പ് ചെയ്യണം. അത് മൈനസിൽ ടൈപ്പ് ചെയ്യണം, കാരണം ഡിസ്കൗണ്ട് കുറയാണ്. അപ്പോൾ മൈനസ് സിമ്പിൾ കൊടുത്തു. ഒരു 5% 5 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എമൗണ്ട് വരും. 5% മീൻസ് 50 റുപ്പീസ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്യാഷ് എത്രയാണ്? 1000 റുപ്പീസ് ആണ്. 50 റുപ്പീസ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ നോക്കുന്ന സമയത്ത് 950 ആണ് വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് കുറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈനസ് കൊടുത്തത്. ഇങ്ങനെയാണ് ഒരു രീതിയിൽ ഇത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന സമയത്ത് സെയിൽ ഇവിടെ കസ്റ്റമറെ പേര് കൊടുക്കുന്നു, എൻ്റർ ചെയ്ത് പോകുന്നു. ഇവിടെ സെയിൽസ്, ഇവിടെ പ്രോഡക്റ്റിൻ്റെ പേര്, ഇവിടെ നമ്മൾ വിൽക്കുന്ന ക്വാണ്ടിറ്റി, പ്രൈസ് വന്നു. ഇനി ഒന്ന് താഴോട്ട് ഇറങ്ങി, താഴോട്ട് ഒന്ന് എൻ്റർ ചെയ്താൽ താഴോട്ട് വന്നു. ഇവിടെ നമുക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി ഇതും മൈനസിൽ കൊടുക്കണം. മൈനസിൽ 5% കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ എമൗണ്ട് വരും 50 റുപ്പീസ്. അതായത് 1000ൻ്റെ 5% ആണ് 50 റുപ്പീസ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും സെയിൽ ചെയ്യുന്ന സമയത്തും ഡിസ്കൗണ്ട് എന്നുള്ളത് കുറയാണ്. ഡിസ്കൗണ്ട് കുറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് ചെയ്തത്. ഇവിടെ നോക്കുമ്പോൾ ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ നോക്കുന്ന സമയത്ത് 950 ആണ്. അതായത് പ്രൊഡക്റ്റിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. ഡിസ്കൗണ്ട് മൈനസ് ചെയ്തു, 50 റുപ്പീസ് മൈനസ് ചെയ്തു. അപ്പോൾ ബാലൻസ് വരുന്ന 950 ആണ് വരുന്നത്. ഇങ്ങനെയാണ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. സെയിൽ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. രണ്ടും മൈനസിൽ ചെയ്യണം. ഇനി ഇതല്ലാതെ വേറൊരു രീതിയിൽ ഡിസ്കൗണ്ടുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഫീച്ചേഴ്സ് എടുക്കുക. അത് F11 പ്ലസ് ചെയ്യുന്നു. F11 വന്നതിന് ശേഷം ഇതിനകത്ത് ഇവിടെ യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സ്, യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സ് ഇത് എസ് നീക്കുന്നു, സേവ് ചെയ്യുന്നു. ഇത് ഫീച്ചേഴ്സിലാണ്. ഒരിക്കൽ കൂടി പറയാം. F11 ഫീച്ചേഴ്സ്, F11 അതിനകത്ത് യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സ് ഇത് എസ് നീക്കുന്നു. ഇനി നമ്മൾ പർച്ചേസും സെയിലും ചെയ്യുന്ന സമയത്ത് പർച്ചേസ് F9 ആണ് എടുത്തു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയുടെ പേര് കൊടുത്തു, എൻ്റർ ചെയ്തതിന് പോയി പ്രോഡക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു. ഇവിടെ ഡിസ്കൗണ്ട് എന്ന കോളം വന്നിട്ടുണ്ടാവും. ഡിസ്കൗണ്ട് DISC% ഉണ്ടാവും. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. 2% ഡിസ്കൗണ്ട് 2 എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രാൻഡ് ടോട്ടലിന് 22% ഡിസ്കൗണ്ട് ഇവിടെ ലെസ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയും വേണമെങ്കിൽ ഡിസ്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെസ്സായ 20 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ആ 20 റുപ്പീസ് അവിടെ കാണാൻ സാധിക്കില്ല. ഡിസ്കൗണ്ട് റിസീവ്ഡിൽ 20 റുപ്പീസ് അവിടെ കാണാൻ സാധിക്കില്ല. ഇത് ഗ്രാൻഡ് ടോട്ടലിന് ലെസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഗ്രാൻഡ് ടോട്ടൽ നോക്കുമ്പോൾ 980 ആണ്. 980 ആണ് വരുന്നത്. അപ്പോൾ 2% ഡിസ്കൗണ്ട് ഇവിടെ ലെസ് ചെയ്തു. ലെസ് ചെയ്ത സംഖ്യ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണാൻ സാധിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ ലെസ് ചെയ്ത് 50 റുപ്പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന ലെഡ്ജറിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ലെസ് ആയിട്ടുള്ള സംഖ്യ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലെസ് ആവില്ല, കാണിക്കില്ല. അത് ഇവിടെ ഓട്ടോമാറ്റിക് ഗ്രാൻഡ് ടോട്ടലിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലും ഡിസ്കൗണ്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന സമയത്ത് F8 ആണെങ്കിൽ ഇവിടെ കസ്റ്റമർ പേര് കൊടുത്തു. ഇനി ഇവിടെ എൻ്റർ ചെയ്ത് പോയിട്ട് ഇവിടെ സെയിൽസ്, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേര്, ഇവിടെ നമ്മൾ വിറ്റ ക്വാണ്ടിറ്റി എത്ര വെച്ചാൽ കൊടുക്കുന്നു.
അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് വരും. നേരത്തെ പറഞ്ഞ 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ 10 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1800. ആദ്യം ഉണ്ടായിരുന്നത് 2000 ആണ്. 2000 ആണ് ടോട്ടൽ എമൗണ്ട്. അതിൽ നിന്ന് 10% ഡിസ്കൗണ്ട് ലെസ് ആയിട്ട് 1800 വന്നിട്ടുണ്ടാവും. അതായത് ഗ്രാൻഡ് ടോട്ടലിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയാണ് ചെയ്യുന്നത്. ഈ കുറഞ്ഞിട്ടുള്ള 200 നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് അലൗഡ് എന്ന ലെഡ്ജറിൽ കാണാൻ സാധിക്കില്ല. ഇവിടെ ഗ്രാൻഡ് ടോട്ടലിന് കുറയുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്ത മോഡലാണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റിന് താഴെ വന്നിട്ട് ഡിസ്കൗണ്ട് കൊടുത്തല്ലോ, ഡിസ്കൗണ്ട് അലൗഡ് കൊടുത്തല്ലോ. അതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ സംഖ്യ, ആ ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണാൻ സാധിക്കും. ഈ രീതിയിലാകുമ്പോൾ ഗ്രാൻഡ് ടോട്ടലിന് കുറയുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞ 200 രൂപ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണാൻ സാധിക്കുന്നു. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽ കാണാൻ ഓൾട്ട് F1 ആണ്. ഇവിടെ ഡിസ്കൗണ്ട് അലോഡ് കാണിക്കുന്നുണ്ട്, ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ആദ്യം ചെയ്ത മോഡൽ ചെയ്തപ്പോഴുള്ള എൻ്റെ ഇതുപോലെ കാണാൻ പറ്റും. ഇതാ ഡിസ്കൗണ്ട് അലൗഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. മൈനസ് കൊടുത്തില്ല, -5% കൊടുത്തില്ല. ആ 50 രൂപയാണ് അവിടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്. എൻ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത സമയത്ത് ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് കൊടുത്തല്ലോ, അതിൻ്റെ 50 രൂപയാണ് അവിടെ കാണിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ള ലെസ് ചെയ്ത ക്യാഷ് ഈ രീതിയിൽ വരുമ്പോൾ ഈ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഇവിടെ ലെസ് ചെയ്ത ക്യാഷ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും കാണാൻ സാധിക്കില്ല. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് നൽകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.